ലോകസമാധാനത്തിന്റെ ഏറ്റവും വലിയ ഭീഷണി ഇസ്ലാമിക ഭീകരവാദമെന്ന് ദീപിക. ഇസ്ലാമിക തീവ്രവാദത്തെ ആരും പൊതിഞ്ഞു പിടിക്കരുത്. ഇസ്ലാമിക രാജ്യങ്ങളിൽ ക്രൈസ്തവർ ഉൾപ്പെടെയുള്ളവരെ കൊന്നൊടുക്കുന്നു. ജനാധിപത്യ രാജ്യങ്ങളിൽ ഇവർ ഇരട്ടവേഷത്തിലാണ്. ഇന്ത്യയിൽ ഇസ്ലാമിക ഭരണത്തിനാണ് ഇവരുടെ ശ്രമമെന്നും ലോകമെങ്ങും വിവിധ പേരുകളിൽ ഭീകരവാദികൾ ഓരോ ലക്ഷ്യത്തിനായി പ്രവർത്തിക്കുന്നുവെന്നും ലേഖനത്തിൽ പറയുന്നു. കൂടുതൽ വിവരങ്ങളുമായി മിഥുൻ അയ്യപ്പൻ ചേർന്നുണ്ട്. മിഥുൻ, ഭീകരതയ്ക്കെതിരെ ശക്തമായ പ്രതിഷേധങ്ങളും വിമർശനങ്ങളുമാണ് ലോകമെമ്പാടും നിന്നും ഉയർന്നത്. ഇപ്പോൾ ദീപികയിൽ വന്ന ലേഖനത്തിൽ ചൂണ്ടിക്കാട്ടുന്നതും അത് തന്നെയല്ലേ? തീർച്ചയായിട്ടും ഈ ഇസ്ലാമിക തീവ്രവാദത്തെ തള്ളിപ്പറഞ്ഞുകൊണ്ട് അതിശക്തമായിട്ടുള്ള വിമർശനം തന്നെയാണ് ദീപികയുടെ ഈ ലേഖനത്തിൽ വ്യക്തമാക്കുന്നത്. ലോക സമാധാനത്തിന്റെ ഏറ്റവും വലിയ ഭീഷണിയാണ് ഇസ്ലാമിക തീവ്രവാദമെന്ന് ഈ ദീപികയുടെ ഈ എഡിറ്റോറിയൽ പേജിൽ വന്നിട്ടുള്ള ഈ ലേഖനത്തിൽ പറയുന്നു. ഈ ബ്രദർഹുഡ് ഇന്ത്യയിൽ വേണ്ട എന്നാണ് ഇത്തരത്തിലുള്ള ഈ ലേഖനത്തിലെ തലക്കെട്ട് നൽകിക്കൊണ്ട് വിമർശിക്കുന്നത്. ഇത് ഇസ്ലാമിക തീവ്രവാദത്തെ ആരും ഇനി പൊതിഞ്ഞു പിടിക്കരുത്. ഇസ്ലാമിക രാജ്യങ്ങളിൽ ക്രൈസ്തവർ ഉൾപ്പെടെയുള്ളവർ കൊന്നൊടുക്കപ്പെടുകയാണെന്നും ജനാധിപത്യ രാജ്യങ്ങളിൽ ഇവർ ഇരവേഷത്തിലാണ് അവതരിക്കുന്നത് എന്നും ഈ ലേഖനത്തിൽ വിമർശിക്കുന്നുണ്ട്. ഈ രാജ്യത്ത് ഭാരതത്തിൽ ഇസ്ലാമിക ഭരണത്തിനാണ് ഇവർ ശ്രമിക്കുന്നത്. അതുപോലെ തന്നെ ഇസ്രായേലിൽ ഗാസയുടെ മോചനമല്ല, ക്രൈസ്തവ യഹൂദ സാന്നിധ്യം ഇല്ലാതാക്കുകയാണ് ലക്ഷ്യമെന്ന് അവർ വ്യക്തമാക്കിയിട്ടുണ്ട്. ലോകമെങ്ങും വിവിധ പേരുകളിലാണ് ഇസ്ലാമിക തീവ്രവാദികൾ ഇത്തരത്തിൽ ഒരേ ലക്ഷ്യത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നു. ഇസ്ലാമിക് സ്റ്റേറ്റിന് വേണ്ടിയുള്ള മുസ്ലിം ബ്രദർഹുഡ് എല്ലായിടത്തും കാണപ്പെടുന്നത് എന്ന് വ്യക്തമാക്കുന്നു. ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം ആർട്ടിക്കിൾ 370 റദ്ദാക്കിയതും അതുപോലെ തന്നെ കാശ്മീരിൽ ആഭ്യന്തര വിനോദസഞ്ചാരികൾ വർദ്ധിച്ചതുമെല്ലാം ഇത്തരത്തിലുള്ള മുസ്ലിം ബ്രദർഹുഡിനെയും ഇത്തരത്തിൽ തീവ്രവാദ സംഘടനകളെയും അവരെയെല്ലാം ചൊടിപ്പിച്ചിട്ടുണ്ട്. അവരുടെ ആഭ്യന്തര അനുകൂലികളെയും എല്ലാം വിറളി പിടിപ്പിച്ചിട്ടുണ്ട് എന്നും അതിന്റെ ഭാഗമായാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഭീകരാക്രമണം എന്നുമെല്ലാം അവർ വ്യക്തമാക്കുന്നുണ്ട്. ദീപികയുടെ ഈ ലേഖനത്തിൽ വ്യക്തമാക്കുന്നു. ഈ ബ്രദർഹുഡ് ഇന്ത്യയിൽ വേണ്ട എന്ന തലക്കെട്ടോടു കൂടിയാണ് ദീപികയിൽ ഈ ഇസ്ലാമിക തീവ്രവാദത്തെ കണക്കെ വിമർശിച്ചുകൊണ്ട് ഈ ലേഖനം പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. ശരി, മിഥുൻ അയ്യപ്പനാണ് വിശദമായ റിപ്പോർട്ടുകൾ നൽകിയത്.